ശ്യാമലച്ചാൻ എന്നോട് കഴിഞ്ഞ ദിവസമുള്ള ടോക്കിൽ പറഞ്ഞിരുന്നു ക്രിസ്തു ഭാരതത്തിൽ വന്നിരുന്നു എന്നും അദ്ദേഹം ഭാരതത്തിൽ നിന്നാണ് ജ്ഞാനം നേടിയതെന്നുമെല്ലാം. അത് എങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ ക്രിസ്തു അത്രയും ദൂരം ഇസ്രയേലിൽ നിന്ന് ഭാരതത്തിലെത്തുക എന്നുള്ളതിനെക്കുറിച്ചൊന്ന് ഒന്ന് വ്യക്തമാക്കി തരും അച്ഛാ. ഇറ്റ് ഈസ് സിമ്പിൾ ലോജിക്കൽ. ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന് ക്രിസ്തുവിനെ അവിശ്വസിക്കാഞ്ഞ, പുള്ളിയുടെ ഉയർത്തെഴുന്നേൽപ്പ് പോലും അവിശ്വസിക്കാഞ്ഞ അവിശ്വാസിയായ തോമസ് AD 52 വന്ന് കൊടുങ്ങല്ലൂർ പള്ളി സ്ഥാപിച്ചെന്നാണ് ഞങ്ങൾ മാപ്പിളമാർ വിശ്വസിക്കുന്നത്. AD 52 തോമാസ് ലീഹായ്ക്ക് കൂടെ വരാമെങ്കിൽ പുള്ളിയുടെ ഗുരുവിന് 52 കൊല്ലം മുമ്പേ വരാൻ ആരാ മുടക്കുന്നേ? പുള്ളി കടലിൽ കൂടെ പറന്നു വന്നിട്ടുണ്ട്, കടലിൽ കൂടെ നടക്കുന്നവനായിരുന്നു എൻ്റെ കർത്താവ്. ഗുരുവിന് ശിഷ്യന് വരാമെങ്കിൽ ഗുരുവിന് വരാനൊക്കത്തില്ലയോ? 40 ദിവസം കപ്പലെ യാത്ര ചെയ്താൽ വരാം. യേശുവിന് കടലിൻ്റെ മുന്നേ കൂടെ ഓടിങ്ങി വരാം. കാറ്റും കടലും ഒക്കെ അവൻ്റെ നിയന്ത്രണത്തിലാണ്. ഏതായാലും പുള്ളി ഇവിടെ വന്നിരുന്നു. 12ാമത്തെ വയസ്സിൽ അവിടുന്ന് മുങ്ങിയ ചെറുപ്പക്കാരനാണ്, കൊച്ചനാ. യെരുശലേം ദേവാലയത്തിൽ വെച്ച് മുങ്ങി പിന്നെ പൊങ്ങുന്നത് യോർദാൻ നദി സ്നാനമേക്കാൻ വേണ്ടിയിട്ടാണ്. അതുവരെ പുള്ളിക്കാരൻ എവിടെ ആയിരുന്നു? കല്യാണം കഴിച്ചോ? ഏത് സ്കൂളിൽ പഠിച്ചു? എന്ത് വിദ്യാഭ്യാസം ചെയ്തു? ആരെങ്കിലും ഏത് കെട്ടിടമാണ് ആശാരിപ്പണിയിലെ യൗസേപ്പിനെ കൂടെ നടന്നത്? ഒന്നും ഒരു എവിഡൻസും ഇല്ല. അന്നേരം പുള്ളി ഇവിടെ ആയിരുന്നെന്നുള്ളതിനെ വിശ്വസിക്കാനെ കൊണ്ട് കൂടുതൽ സാധ്യതയുള്ളത് പുള്ളി വാ തുറന്നപ്പോൾ യഹൂദൻ്റെ പഴയ ഇടപാടിനെയെല്ലാം ഖണ്ഡിക്കുകയായിരുന്നു. ഞാനോ പുതിയൊരു നിയമം തരുന്നു.